പൈത്തൺ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നതാണ് ഇഫ് എലിഫ് ദെൻ എൽസ് എന്ന് പറയുന്ന ഈ ഒരു യൂസേജ്. ഓക്കെ, സോ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കണ്ടിരുന്നു ഇഫ് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമ്പം ഒരു കാര്യം ചെയ്യുന്നു, അതല്ല അത് ഫെയിൽ ആകുമ്പം എൽസ് കണ്ടീഷനിലോട്ട് വരുന്നു, അതിലൊരു കാര്യം ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ചില കേസുകളിൽ നമുക്ക് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അത് ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അത് ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ഇനി എല്ലാം ഫെയിൽ ആവുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു കാര്യം ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എലിഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇഫ് എൽസിൻ്റെ അകത്തോട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനെ പറ്റിയ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് ഒരു നമ്പർ വെദർ ദാറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ വാല്യൂ or less than ഒരു പർട്ടിക്കുലർ വാല്യൂ or equal to or greater than a particular value. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ് എലിഫ് എൽസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇവിടെയും യൂസേജ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാവും, അരിത്മെറ്റിക് ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ, കോളൻ ഓപ്പറേഷൻ, ഈഫിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. എലിഫ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ടാവും, വീണ്ടും അനദർ ലൈക്ക് ഒരു എക്സ്പ്രഷൻ, കോളൻ ഓപ്പറേഷൻ, അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. വീണ്ടും അഗെയിൻ വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ആൻ എലിഫ് ഓർ വി ക്യാൻ ജസ്റ്റ് പ്ലേസ് എൽസ്. ഓക്കെ, സോ ഇവിടെ ഞാൻ വീണ്ടും ജസ്റ്റ് ഇത് രണ്ടും അല്ലെങ്കിൽ എൽസ് എന്നുള്ള കണ്ടീഷൻ കൊടുക്കുവാണ്. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പം എക്സിൻ്റെ അകത്ത് 10 എന്ന് പറയുന്ന നമ്പർ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കറിയണം ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണോ ഓർ ഈക്വൽ ടു 10 ആണോ ഓർ ലെസ് ദാൻ 10 ആണോ എന്നുള്ളത്. സോ ഇവിടെ എക്സിൻ്റെ അകത്ത് ഓൾറെഡി ലൈക്ക് ലെറ്റ് മീ ഗീവ് 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരിക 5 ഗ്രേറ്റർ ദാൻ 10 ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഫെയിൽ ആവും, കാരണം 5 ഈസ് ലെസ് ദാൻ 10. ദെൻ ഇവിടെ വീണ്ടും ചെക്ക് ചെയ്യും എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് 10, സോ 5 ഈസ് ഡബിൾ ഈക്വൽ ടു 10 ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെയും അത് ഫെയിൽ ആവും. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ ചെക്ക്, വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം ഇഫ് എലിഫ് എക്സ് ലെസ് ദാൻ 10 എന്നുള്ള രീതിയിൽ. സോ ഇവിടെ 5 ലെസ് ദാൻ 10 ആണ്. സോ നമുക്ക് എക്സ് ഈസ് ലെസ് ദാൻ 10 എന്നുള്ള ആൻസർ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി സപ്പോസ് എക്സ് എക്സാക്ട്ലി സെയിം 10 ആണെങ്കിൽ നമുക്ക് ഏത് കിട്ടും? ഈ ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ലാസ്റ്റത്തെ എലിഫ് സ്റ്റേറ്റ്മെൻറ്റും ഫെയിൽ ആവും, നടുക്കത്തെ എലിഫ് മാത്രമായിരിക്കും ട്രൂ ആവുന്നത്. സോ വി വിൽ ഗെറ്റ് എക്സ് ഈസ് എക്സാക്ട്ലി 10. ഇനി എക്സ് ഈസ് 12 ഓർ സംതിങ് അങ്ങനെയാണെങ്കിലോ കൂടുതലാണെങ്കിലോ നമ്മുടെ ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്, റെസ്റ്റ് ഓൾ വിൽ ബി ഫോൾസ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് 3 കണ്ടീഷൻ ആക്ച്വലി ചെക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ എലിഫ് കഴിഞ്ഞിട്ട് വീണ്ടും അനദർ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ എത്ര എലിഫ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബട്ട് യൂഷ്വലി നമ്മൾ 3 കണ്ടീഷൻ വരുന്ന രീതിയിലൊക്കെയാണ് യൂഷ്വലി അതിൻ്റെ ഒരു യൂസേജ് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു നമ്പർ, ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂമറിക് നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണോ നെഗറ്റീവ് നമ്പറാണോ അതോ 0 ആണോ എന്നുള്ള ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ 3 കേസസ് ആണുള്ളത്. സോ ഫസ്റ്റ് ലൈക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് 20 എന്ന് പറയുന്ന നമ്പർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എനിക്കെന്ത് പറയാം? ഇറ്റ് ഈസ് പോസിറ്റീവ് നമ്പർ, പ്രിൻറ്റ് പോസിറ്റീവ്. ഓക്കെ, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ പിന്നെ അതിലെന്താ വരാൻ സാധ്യതയുള്ളത്? ഈക്വൽ ടു 0 ആവാം. സോ എലിഫ് ഓർ ലെസ് ദാൻ 0യും വരാം. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് പറ്റും? എലിഫ് ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ്. ഇനി ഇത് രണ്ടും അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിലോ എന്താ പറ്റുക? ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0. ഇത് രണ്ടും അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ നമ്പർ 0 ആയിരിക്കും. അതാണ് എൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നത്. സോ ഇവിടെ 20 കൊടുക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ് എന്ന് കിട്ടും, -20 കൊടുത്താൽ എനിക്ക് നെഗറ്റീവ് എന്ന് കിട്ടും, ഇനി 0 എന്ന് കൊടുത്താൽ എനിക്ക് 0 കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കേസുകളിൽ എനിക്ക്